ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറുപയർ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റിയ 5 തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ആദ്യം നമുക്ക് ചെറുപയർ കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള ദോശ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് അരക്കപ്പ് ചെറുപയർ 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് ചൗവരിയാണ്. ഞാൻ 1/4 കപ്പ് ചൗവരി 1/4 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് 2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇതാ നമ്മുടെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു ചെറുപയറിലേക്ക് നമ്മളിപ്പോൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചൗവരിയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ചൗവരിയും കൂടെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള നമ്മുടെ ഈ ചൗവരിയിലെ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ഈ ചൗവരിയും ചെറുപയറും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു മാവ് ഈ ഒരു പാകത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു മിക്സ് കൂടെ തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റൊന്നും എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാവണമെന്നില്ല, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കുറച്ച് കറിവേപ്പിലയും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 30 സെക്കൻഡ് നേരം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നത് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകാണ്. കൂടെ തന്നെ മീഡിയം വലിപ്പമുള്ളൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കവും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചേർക്കണ പച്ചക്കറിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാവേ. അതുപോലെ ഈ ഒരു പച്ചക്കറി തന്നെ ചേർക്കണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി പച്ചക്കറികളൊന്നും ചേർക്കാതെ സവാള മാത്രം ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു ദോശ തയ്യാറാക്കിയാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. 1-2 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. മല്ലിയിലയുടെ ടേസ്റ്റൊന്നും എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാവണമെന്നില്ല, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു ചെറുപയർ മാവിലേക്ക് നമ്മുടെ ഈ ഒരു പച്ചക്കറി മിക്സ് കൂടെ ചേർക്കാം. കൂടെ തന്നെ 1/4 കപ്പ് ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചൗവരിയില്ലേ, അതാണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ കുറച്ച് കട്ടിയിലാണേ നമ്മുടെ ഈ ഒരു മാവിരിക്കുക. ഇനി നമ്മുടെ ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് ദോശ തവയിൽ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മാവ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. നന്നായിട്ട് ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ എണ്ണയോ കൂടെ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് തന്നെ മതിയാകും. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണേ ഇത് വേവിക്കാനായിട്ട്. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡ് മൂടി വെച്ച് തന്നെ നല്ലപോലെ വേവിച്ചിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡും നന്നായി തന്നെ വെന്തിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ വേവിച്ചിട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ദോശ. കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചെറുപയർ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് 1 കപ്പ് സ്പ്ലിറ്റായിട്ടുള്ള ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതാ ഇതുപോലെ സ്പ്ലിറ്റായിട്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ചെറുപയർ ഉണ്ടാവില്ലേ, അതെടുത്താലും മതിയേ. ഇപ്പോൾ ചെറുപയറാണ് എടുക്കണതെങ്കിൽ അത് നമ്മൾ ഇതുപോലെ മിക്സിയിൽ 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കണേ. ഒരുപാട് പൊടിഞ്ഞു പോകരുതേ. കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ ചെറുപയർ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറുപയർ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ചെറുപയർ പരിപ്പ് വെച്ചും നമുക്കിങ്ങനെ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റുമേ. ഇപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ കുതിരാനായിട്ട് വെച്ചിട്ട് 4 മണിക്കൂറായി. ഇതിപ്പോൾ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടില്ലേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കാം. ഞാൻ ഈ ചെറുപയറിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തൊലിയോട് കൂടിയിട്ട് തയ്യാറാക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചെറിയൊരു മഞ്ഞ കളർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം.
കൂടെ തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യണത്. ഇനി ഇത് 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു പൊടി കൂടെ തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കണത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും 1 ടേബിൾ സ്പൂൺ മല്ലിയും 1/4 ടീസ്പൂൺ ജീരകവും കണ്ടോ ഇതുപോലത്തെ ചെറിയ 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ഉഴുന്നുപരിപ്പിൻ്റെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് 2 നുള്ള് കായപ്പൊടിയും കണ്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ 1-2 മിനിറ്റ് നേരം കൂടെ റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയി കഴിയുന്ന സമയത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയുടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതും നമ്മൾ മാറ്റി വെച്ചിട്ട് 10 മിനിറ്റായി. നമ്മളിവിടെ തയ്യാറാക്കണത് നമ്മുടെ ഈ ഒരു മാവ് കൊണ്ടുള്ള അടിപൊളി ദോശയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. വളരെ കുറച്ച് തന്നെ മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കണത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് സവാളയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ക്യാരറ്റും നമ്മൾ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ചെറുപയറില്ലേ അതിൽ നിന്ന് കുറച്ച് ചെറുപയറുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പൊടിയിൽ നിന്നും കുറച്ച് പൊടിയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒട്ടും സമയമില്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഇഡ്ഡലിപ്പൊടി ഉണ്ടാവില്ലേ, ഇതിന് പകരമായിട്ട് ഇഡ്ഡലിപ്പൊടി ചേർത്തിയാലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നെയ്യാണ്. നെയ്യ് തന്നെ വേണമെന്നില്ല, ഇതിന് പകരം ഓയിൽ ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോവല്ലേ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും മൂടി വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡും നന്നായി തന്നെ വെന്തിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ വേവിച്ചിട്ടെടുക്കാം. ഇത് നമുക്ക് നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ കിട്ടുക. നമ്മളിത് ആ പൊടിയൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ കഴിക്കാനായിട്ടും ഒരു പ്രത്യേക രുചിയാണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ തയ്യാറാക്കി നോക്കണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെറുപയറും റാഗിയും കൊണ്ടുള്ള നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് റാഗിയാണ്. ഒപ്പം തന്നെ 1/2 കപ്പ് ചെറുപയറും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള റാഗിയും ചെറുപയറും ഇല്ലേ, ഇത് രണ്ടും ഒരേ അളവിൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ രാവിലത്തേക്കാണിത് തയ്യാറാക്കണതെങ്കിൽ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കണ്ടോ ഇത് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടില്ലേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കണ്ടോ ചെറിയ 2 കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കണത്. ഇഞ്ചിയൊന്നും ഒരുപാട് ചേർക്കരുത്, വളരെ കുറച്ച് തന്നെ മതിയാകും. ഒപ്പം തന്നെ ഒരു വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കണമെന്നും നിർബന്ധമൊന്നുമില്ല, ചേർത്തിയില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർക്കണത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ നല്ലപോലെ തന്നെ അരച്ചെടുക്കണേ. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കുക, നമ്മുടെ ദോശമാവൊക്കെ പോലെ തന്നെ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള വേറൊരു മിക്സ് കൂടെ തയ്യാറാക്കാനായിട്ടുണ്ട്. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീഡിയം വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതുമാണ്. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ക്യാരറ്റില്ലേ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം.
ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്. ഒപ്പം തന്നെ ഇതാ കണ്ടോ, ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. മല്ലിയില ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ സമയം ഇതിലേക്ക് ബീൻസോ തക്കാളിയോ ഒക്കെ ചേർക്കാം. അതുപോലെ നമ്മളിതിലേക്ക് ക്യാരറ്റൊക്കെ ചേർത്തില്ലേ, ക്യാരറ്റ് ചേർക്കാതെ സവാള മാത്രം ചേർത്തിട്ടും നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മാവില്ലേ, ഇതും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി മാവിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണ്ട കേട്ടോ, അല്ലാതെ തന്നെ നമുക്കിത് നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചെറുപയറും റാഗിയൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഊത്തപ്പമാണ്. ഇതിനായിട്ട് ഒരു തവയിൽ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി തവയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റാഗിയുടെയും ചെറുപയറിൻ്റെ മാവില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കണത്. ഇനി ഇത് ഒരുപാട് പരത്തി കൊടുക്കണ്ട, ചെറിയൊരു കനത്തിൽ തന്നെ പരത്തിയിട്ടെടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റിൻ്റെയും സവാളയുടെയൊക്കെ മിക്സിലെ അതാണ് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണത്. ഇതിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര വേണോ അത്രയും തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ഇങ്ങനൊന്ന് ഒഴിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് തന്നെ മതിയാകും. ഈ സമയം കണ്ടോ, ഇതുപോലെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകമൊന്നും നല്ലപോലെ വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടുകൂടെ കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് 2 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡും നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തിട്ടെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു കുഞ്ഞി സംശയം ഉണ്ടാവും, റാഗിയും ചെറുപയറും ഒക്കെ അല്ലേ കഴിക്കാനായിട്ട് നല്ലതായിരിക്കുമെന്ന്. ഒട്ടും പേടിക്കണ്ട കേട്ടോ, ധൈര്യമായി തന്നെ ചെയ്തോളൂ, നല്ലപോലെ ഇഷ്ടമാകും. നല്ല രുചിയുണ്ട്, അതുപോലെ തന്നെ ഹെൽത്തിയും ആണല്ലോ. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെറുപയർ കൊണ്ട് തയ്യാറാക്കണത് നമ്മുടെ നാട്ടിലെ അല്ല, ഗുജറാത്തി ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കണതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് 1/2 കപ്പ് ചെറുപയറാണ്. ഇത് 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇതുപോലത്തെ 4 ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വറ്റൽമുളകും 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഒപ്പം തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊക്കെ ചേർക്കുമ്പോൾ കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് 2-3 മിനിറ്റ് നേരം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് നമ്മളിത് കൈ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണത്. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കണത്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എടുക്കേണ്ടത് ഇതുപോലത്തെ ഒരു മൂടിയാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കാം. നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതിനായിട്ടൊരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ മൂടിയിലെ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചെറുപയറിൻ്റെ മാവില്ലേ, ഇതൊഴിച്ചിട്ട് ദോശയൊക്കെ പരത്തിയെടുക്കണ പോലെ തന്നെ നമുക്ക് പരത്തിയിട്ടെടുക്കാം. ഇനിയൊരു 30 സെക്കൻഡൊക്കെ ആകണ സമയത്ത് നമ്മുടെ ഈ ഒരു മൂടി എടുത്തിട്ട് നമുക്കിതൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഈ സമയം കൈയൊക്കെ പൊള്ളാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു കുഞ്ഞി സംശയം ഉണ്ടാവും, ഈ മാവൊക്കെ വെള്ളത്തിലേക്ക് വീണു പോകുന്ന. ഒട്ടും തന്നെ വീണു പോവില്ല കേട്ടോ, ധൈര്യമായിട്ട് തന്നെ ചെയ്തോളൂ. നമുക്ക് ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കാവേ. 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഇതുപോലെയൊന്ന് തൂത്ത് കൊടുക്കാം. ഇത് ഇതുപോലെ തന്നെ വേവിച്ചിട്ടെടുക്കണമെന്നില്ല, നമുക്കിത് ഡയറക്റ്റ് വെച്ച് കൊടുത്തും വേവിക്കാനായിട്ട് പറ്റും. ഈ മൂടിയുടെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം മാവിങ്ങനെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം.
അതിനുശേഷം നല്ലപോലെ തിളച്ച് കിടക്കണ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഈ പാത്രം ഇങ്ങനെ ഒന്ന് കമഴ്ത്തി കൊടുക്കുകയും കൂടെ ചെയ്യാം. നമ്മളിതാ ഇങ്ങനെ വെച്ചാലും മാവൊന്നും വെള്ളത്തിലേക്ക് വീണു പോവില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് എടുക്കണത്, ദോശയാക്കിയിട്ട് ഇത് ചുട്ടെടുക്കാനായിട്ട് പറ്റുമെന്ന്. അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ സ്റ്റീം ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു ഗുജറാത്തി റെസിപ്പിയാണ്. അവർ ഇതേ രീതിയിൽ തന്നെ സ്റ്റീം ചെയ്തിട്ട് എടുത്തിട്ടാണ് കഴിക്കുക. ഇതാകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി അല്ലേ. ഇതും ഇപ്പോൾ നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുത്ത ശേഷം നമുക്കിത് 4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ്. എപ്പോഴും ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെറുപയറും അരിയും കൊണ്ട് രാവിലെയോ വൈകിട്ടോ അങ്ങനെ ഏത് സമയത്തും നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിയും കൂടെ ചേർക്കാം. ഞാൻ പൊന്നിയരിയാണ് ചേർത്തിട്ടുള്ളത്. പൊന്നിയരി തന്നെ വേണമെന്നില്ല, നമ്മൾ ചോറ് വെക്കണ ഏതരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ നമ്മുടെ അരിയും ചെറുപയറും നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 4 മണിക്കൂറായി. അപ്പോഴേക്കും കണ്ടില്ലേ നമ്മുടെ അരിയും ചെറുപയറൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടില്ലേ. ഇനി നമുക്കിതിലെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നല്ലപോലെ ഇത് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് കേട്ടോ. നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും തന്നെ ചേർക്കണില്ല. അപ്പോൾ പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ചേർക്കണത് ഇതാ കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള 3 ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒത്തിരി കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കണത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കണത് മീഡിയം വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഒപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കുറച്ച് കറിവേപ്പില ഇതുപോലെ അരിഞ്ഞെടുത്തതും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ല പഞ്ഞി പോലത്തെ പലഹാരമാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് നേരം ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ മാവ് മാറ്റി വെച്ചിട്ട് 10 മിനിറ്റായി. ഇത്രയും മതി. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല കേട്ടോ തയ്യാറാക്കുന്നത്, സ്നാക്സ് ആയിട്ടാണേ. നമുക്കിനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്കിത് പഞ്ഞി പോലെയാണ് കിട്ടുക. നമ്മളിത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് വേവിച്ചിട്ടെടുക്കണത്. അതിനായിട്ട് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് തന്നെ മതിയാകും. ഇനി പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് എണ്ണ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ മാവ് ഒരു സ്പൂൺ കൊണ്ട് എണ്ണയിലേക്ക് ഒഴിച്ചിട്ടും ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും. അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോഴാണ് നമുക്കിതിൻ്റെ അകമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കണതെങ്കിൽ ഈ മാവ് ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് ദോശ പോലെയും നമുക്ക് ചുട്ടെടുക്കാം. ഇത് മുഴുവനും മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് നമുക്ക് ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇതുപോലെ നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് മറ്റേ സൈഡ് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഹെൽത്തിയും ആണല്ലോ.
ഇതാ കണ്ടില്ലേ, ഇത് നല്ല പഞ്ഞു പോലെയല്ലേ ഇരിക്കണേ. ചെറുപയറൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലെ എപ്പോഴും ഉണ്ടാവുന്നതല്ലേ, തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്